ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകരാണോ നിങ്ങൾ? ഇന്നു മുതൽ ശുക്രനടിക്കും. അതായത് മെയ് 14 ഇന്ന്. ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് ശുക്രൻ രാശി മാറുന്നു. ഈ കാലഘട്ടം നമ്മളുടെ ചിന്തകൾക്കെല്ലാം ചിറകുകൾ മുളയ്ക്കുന്ന സമയമാണ്. സൗന്ദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഗ്രഹമായ ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിക്കുക. അതായത് പുതിയ അവസരങ്ങളും ധന നേട്ടവും ബുദ്ധിപരമായ ആശയവിനിമയവും എല്ലാം തന്നെ കൈകോർക്കുന്ന ഒരു കാലഘട്ടത്തിന് ഇന്നു മുതൽ തുടക്കം കുറിക്കുന്നു. നമ്മുടെ മനസ്സിനെ കൂടുതൽ സജീവമാക്കുവാൻ ശുക്രന് സാധിക്കുന്നതാണ്. അതുപോലെ പ്രണയത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. കലാപരമായ മേഖലകളിലും സൃഷ്ടിപരതയും എല്ലാം തന്നെ ഈ ശുക്രമാറ്റത്തിൻ്റെ വളരെ വലിയ പ്രത്യേകതകളാണ്. മിഥുനത്തിലെ ശുക്രൻ വാക്കുകൾക്ക് മാധുര്യം നൽകി നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ഭാവം നിറയ്ക്കുന്ന കാലഘട്ടത്തിന് ഇന്നു മുതൽ തുടക്കമാകുന്നു. അതായത് സമ്പത്തിൻ്റെയും ലൗകിക ജീവിതത്തിൻ്റെയും പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രധാന കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ്റെ ഇടവം രാശിയിൽ നിന്നും മിഥുന രാശിയിലേക്കുള്ള മാറ്റം വഴി ഏതൊക്കെ നക്ഷത്ര ജാതകരാണ് നേട്ടങ്ങൾ കൊയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദത്തിൽ ഉൾപ്പെടുന്ന മേട രാശിക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസവും പ്രവർത്തന ഉത്സാഹവും വളരെയധികം വർദ്ധിക്കുന്ന സമയമാണ്. അതായത് ഏറെ നാളുകളായി നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന എല്ലാവിധ പദ്ധതികൾക്കും തുടക്കമിടുവാൻ അനുയോജ്യമായ അവസരങ്ങൾ വന്നുചേരും. തൊഴിൽ മേഖലയിൽ മേലധികാരിയുടെ അംഗീകാരവും പ്രവർത്തകരുടെ പിന്തുണയും എല്ലാം ലഭിക്കും. സാമ്പത്തികമായി നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കുമെങ്കിലും അനാവശ്യമായി ഉണ്ടാകുന്ന ചെലവുകളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് വളരെയധികം ഗുണകരമാകും. കുടുംബത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ക്ഷമയോടെ എല്ലാവിധ കാര്യങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്കും അനുകൂലമായ വലിയ പുരോഗതി ദൃശ്യമാകും. ദൂരയാത്രകൾക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുവാനും ഇടയുള്ള കാലമാണ്. പ്രണയബന്ധങ്ങൾ വന്നുചേരും. ആരോഗ്യപരമായും നിങ്ങളുടെ വിഷമതകളെല്ലാം മാറുന്ന സമയമാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് ക്ഷീണം, തലവേദന എന്നിവ അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. വിശ്രമം ആവശ്യമാണ്. ഇന്ന് പ്രഭാതം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യ അനുഭവങ്ങൾ വന്നു തുടങ്ങുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശിവന് ധാര സമർപ്പിക്കുകയും ശ്രീകൃഷ്ണ സ്വാമിക്ക് വെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന എല്ലാവിധ വിഷമതകൾക്കും ഒരു ആശ്വാസമുണ്ടാകും. തൊഴിൽപരമായും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. താൽക്കാലികമായ ജോലിയെങ്കിലും സ്ഥിരപ്പെട്ട് കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഉന്നത സ്ഥാനീയരുമായി മികച്ച ബന്ധം സ്ഥാപിക്കുവാനും അതുവഴി നേട്ടങ്ങൾ കൊയ്യുവാനും കഴിയുന്നതാണ്. യാത്രകൾ മൂലവും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മേലധികാരിയുടെ പ്രീതി വന്നുചേരും. ആരോഗ്യപരമായും ഇതുവരെ നിലനിന്നിരുന്ന എല്ലാവിധ വിഷമതകളും ശമിച്ചു കിട്ടുന്നതാണ്. കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കുവാനും സാധിക്കും. സുഹൃത്ത് സമാഗമം ഉണ്ടാകും. പൈതൃക സ്വത്ത് നിങ്ങളുടെ അനുഭവത്തിൽ വരും. ഭവന നവീകരണത്തിന് പണച്ചെലവ് വന്നു ചേരുന്നതാണ്. അതുപോലെ പണമിടപാടുകളിൽ കൃത്യത പുലർത്തുവാനും സാധിക്കും. അടുത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നും വളരെയധികം നേട്ടങ്ങളും സഹായങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കുന്ന ദിവസത്തിന് ഇന്നു മുതൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് ആരോഗ്യപരമായും ചെറിയ കഴുത്തുവേദന, തൊണ്ട സംബന്ധമായ അസ്വസ്ഥതകൾ, ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇവയുണ്ടാകാം.
ഈ ഒരു സമയം ദൈവാധീനം വർദ്ധിച്ചെടുത്ത്, അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്ത് മുന്നോട്ട് നീങ്ങിയാൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ ബാക്ക് പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് ഇന്നു മുതൽ നിങ്ങളുടെ തൊഴിൽ രംഗത്തുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറും. ഭൂമി വാങ്ങുവാനും ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും യോഗമുള്ള കാലമാണ്. ഗൃഹനിർമ്മാണം ആരംഭിച്ച ആളുകൾക്ക് അവ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. കടം നൽകിയ പണം തിരികെ ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്. സഹപ്രവർത്തകരുടെ സഹായം എല്ലാ കാര്യത്തിലും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ചേരുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ സ്ഥിരം ജോലി ലഭിക്കും. അതുപോലെ തികച്ചും അവിചാരിതമായി നിങ്ങൾക്ക് ധനനേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. ആരോഗ്യപരമായി ഉറക്കക്കുറവ്, മാനസികമായ സമ്മർദ്ദം എന്നിവയുണ്ടാകാം. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീ ക്ഷേത്ര ദർശനം നടത്തി തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനോ അതുമല്ലെങ്കിൽ പിതൃതുല്യരായ ആൾക്കൾക്കോ അരിഷ്ടതകൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. ഔദ്യോഗിക രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരമുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും മാറുന്നതാണ്. മാർക്കറ്റിംഗ്, ഷെയർ, ഊഹക്കച്ചവടം എന്നിവയിൽ നിന്നും വളരെയധികം ധനനേട്ടമുണ്ടാകും. മനസ്സുഖം വർദ്ധിക്കുന്ന സമയമാണ്. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ വലിയ അംഗീകാരം തേടിയെത്തും. പ്രണയബന്ധമുള്ള ആളുകൾക്ക് നിങ്ങളുടെ ബന്ധം ദൃഢമാകുകയും ചെയ്യും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹം ആലോചിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഉത്തമ ബന്ധം വന്നെത്തുന്ന സമയമാണ്. ആരോഗ്യപരമായി ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും ശാരീരിക ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ചിങ്ങ രാശിക്കാരായ നിങ്ങൾക്ക് ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. കോടതി വ്യവഹാരങ്ങളിൽ തിരിച്ചടികൾ വന്നു ചേരും. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായി വളരെയധികം വിഷമതകൾ നേരിടുന്ന കാലമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കുന്നതിനും വളരെയധികം കാലതാമസം നേരിടും. ബന്ധുജനങ്ങളെ സാമ്പത്തികമായി സഹായിക്കേണ്ടി വരും. സാമ്പത്തികമായും വിഷമതകളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കും. അതുപോലെ വാഹനത്തിനോ ഭവനത്തിനോ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരുന്നതാണ്. സഹോദരങ്ങൾ മുഖേന വളരെയധികം സന്തോഷിക്കുവാൻ ഇടവരും. കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം സംജാതമാകുന്ന കാലമാണ്. ആരോഗ്യപരമായി ശരീരക്ഷീണം വർദ്ധിക്കുന്നതിനും രക്തസമ്മർദ്ദം ഉണ്ടാകുന്നതിനും ഇടയാകും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം നടത്തുക, ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നി രാശിക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും വിട്ടൊഴിയുന്ന കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ കാലമാണ്. മികച്ച ഒരു സ്ഥാപനത്തിൽ നിന്നും മേന്മയുള്ള ഓഫർ വന്നു ചേരും. വാടക വീട്ടിൽ നിന്നും സ്വന്തം ഭവനത്തിലേക്ക് മാറുവാൻ കഴിയുന്നതാണ്.
അതുപോലെ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി മികച്ച ജോലി പ്രതീക്ഷിക്കാം. വസ്തുതർക്കം ന്യായമായി പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. ആഡംബര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാം. ഏജൻസി ഇടപാടിൽ നിന്നും ധനവരവ്. ഗൃഹം മോടി പിടിപ്പിക്കുക, അതുപോലെ സന്താനങ്ങൾ വഴി ഗുണങ്ങൾ ഉണ്ടാകുകയെല്ലാം ചെയ്യുന്ന കാലമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നു കരുതിയ വിലപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കും. അതുപോലെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന കാലമാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് ദഹന സംബന്ധമായ അസ്വസ്ഥതകളോ, അതുമല്ലെങ്കിൽ ശരീരക്ഷീണം, അതുമല്ലെങ്കിൽ ഉറക്കക്കുറവ് എന്നിവ ഉണ്ടാകുവാനിടയുണ്ട്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്രയുടെ ബാക്കി പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാരായ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്ന എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്ന കാലമാണ്. പ്രൊഫഷണൽ കോഴ്സിൽ ഉന്നത വിജയം. തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കും. പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുവാൻ കഴിയുന്നതാണ്. അതുപോലെ സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ നേട്ടം. തടസ്സപ്പെട്ടു കിടന്നിരുന്ന കാര്യങ്ങളിൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കിട്ടും. സാമ്പത്തികമായ ബാധ്യതകളെല്ലാം തന്നെ തീർക്കുവാൻ കഴിയുന്നതാണ്. സന്താനങ്ങൾ മുഖേനയും നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ശത്രുപീഡ കുറയുന്നതാണ്. ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് ലഭിക്കും. വിവാഹത്തിനുണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും ഈശ്വര അനുഗ്രഹത്താൽ മാറിക്കിട്ടുന്ന കാലമാണ്. ആരോഗ്യപരമായി ശാരീരിക ക്ഷീണം, തലവേദന, സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക രാശിക്കാരായ നിങ്ങൾക്ക് സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മനോവിഷമമുണ്ടാകും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് മാനഹാനി, സാമ്പത്തികമായ വിഷമതകൾ, മേലധികാരികളിൽ നിന്നുള്ള പ്രതികൂലമായ നടപടികൾ എന്നിവ പ്രതീക്ഷിക്കാം. ആഡംബര വസ്തുക്കൾക്കായി പണച്ചെലവുണ്ടാകും. അതുപോലെ ആഗ്രഹിച്ചിരുന്ന ജോലിക്ക് നിയമന ഉത്തരവ് ലഭിക്കുന്നതാണ്. കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറി വളരെയധികം സന്തോഷവും സമാധാനവും നിലനിൽക്കും. സന്താനങ്ങൾ വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനം പ്രതീക്ഷിക്കാം. ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അന്തർദേശീയ തലത്തിൽ അംഗീകാരം വന്നുചേരും. അതുപോലെ മാതൃസ്വത്തിൻ്റെ വീതം ലഭിക്കുവാനും യോഗമുള്ള കാലമാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് രക്തസമ്മർദ്ദങ്ങൾ ഉണ്ടാകുവാനോ, അതുമല്ലെങ്കിൽ ഉറക്കക്കുറവ് എന്നിവയുണ്ടാകുവാനോ ഇടയുള്ള കാലമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാദേവന് താര സമർപ്പിക്കുകയും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും നടത്തി തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെയധികം അനിവാര്യമാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ധനുരാശിക്കാരായ നിങ്ങൾക്ക് വിദേശ തൊഴിലിൽ നിന്നും വളരെയധികം ധനനേട്ടത്തിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മനസ്സിനിണങ്ങിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുവാൻ കഴിയും. അതുപോലെ സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. വാസസ്ഥാനം വെടിഞ്ഞ് മാറി താമസിക്കേണ്ട സ്ഥിതിയും വന്നു ചേരും. വ്യാപാരം അഭിവൃദ്ധിപ്പെടും. വിവാഹാലോചനകളിൽ ശുഭകരമായ തീരുമാനം പ്രതീക്ഷിക്കാം. അതുപോലെ കോടതികളിൽ ഉണ്ടായിരുന്ന കേസുകളിൽ വിജയം കൈവരിക്കുവാനും സാധിക്കും. സാമ്പത്തികപരമായി വളരെയധികം മേൽഗതി കൈവരിക്കുന്ന കാലമാണ്. പ്രണയബന്ധങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കും. ബന്ധുജന സഹായവും വർദ്ധിക്കുന്ന കാലമാണ്. ആരോഗ്യപരമായി കാൽമുട്ടുകൾക്ക് വേദന, ശാരീരിക ക്ഷീണം, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടുവാനിടയുണ്ട്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ശനീശ്വരന് എള്ള് പായസവും സമർപ്പിക്കുക വഴി ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കുവാനും ദോഷശമനം കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകര രാശിക്കാരായ നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റമുണ്ടാകും. വിവാഹം ആലോചിക്കുന്ന
ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. ശരീര വിഷമതകളെല്ലാം തന്നെ വിട്ടൊഴിയുന്നതാണ്. വിദേശ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ഭവന നവീകരണത്തിൽ വളരെയധികം ഉണർവ് പ്രതീക്ഷിക്കാം. പുതിയ വാഹന ലാഭം, ഭവന നിർമ്മാണ പൂർത്തീകരണം, പണമിടപാടുകളിൽ നേട്ടം, രോഗാദി ദുരിതങ്ങളിൽ നിന്നും ആശ്വാസം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. പതിവിൽ കൂടുതൽ യാത്രകളും നിങ്ങൾക്ക് ഇന്നു മുതൽ വേണ്ടിവരും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം. നാഡീ സംബന്ധമായ പ്രശ്നങ്ങളോ മാനസികമായ സമ്മർദ്ദങ്ങളോ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പോരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീന രാശിക്കാരായ നിങ്ങൾക്ക് മാനസികമായി സംഘർഷം വർദ്ധിക്കും. സ്വന്തം പ്രവൃത്തികൾ നിങ്ങൾക്ക് തിരിച്ചടിയാകുവാൻ ഇടയുള്ള കാലമാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ ലഭിക്കുവാനുള്ള അവസരം വന്നു ചേരും. താൽക്കാലിക ജോലിയെങ്കിലും നിങ്ങൾക്ക് തരപ്പെട്ട് കിട്ടുന്നതാണ്. കടബാധകൾ ഒരു പരിധിവരെ തീർക്കുവാൻ സാധിക്കും. പണമിടപാടുകളിൽ കൃത്യത പുലർത്തുവാൻ കഴിയാതെ വരുന്ന കാലമാണ്. വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനുള്ള പരിശ്രമത്തിൽ വിജയം കാണും. സുഹൃത്തുക്കളുമായി ഉണ്ടായിരുന്ന എല്ലാവിധ അഭിപ്രായ ഭിന്നതകളും ശമിച്ചു കിട്ടുന്നതാണ്. ആരോഗ്യപരമായി വിഷമതകളെല്ലാം തന്നെ നിങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് വളരെയധികം ഊർജവും ആരോഗ്യവും വന്നു ചേരുന്ന കാലമാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് കാൽപാദങ്ങൾക്ക് വേദന, ശാരീരിക ക്ഷീണം, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുവാനിടയുണ്ട്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശനീശ്വരന് നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ശിവോഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.